ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 1 to 2 വീക്സ് ആയിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഒരു 5 രൂപ ബീഡ്സിൻ്റെ സെയിലിടും, അത് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മന്ത് ആയിട്ടോ. 5 രൂപ ബീഡ്സിൻ്റെ സെയിലിടും, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രാം ക്വാണ്ടിറ്റി ഇപ്പോൾ 25 അല്ലെങ്കിൽ 50 ഗ്രാംസ് എടുക്കുമ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കാറുണ്ട്. ഇപ്പോൾ കാറ്റലോഗിൽ നിങ്ങൾ ഒരു ഐറ്റം 10 ഗ്രാം ബീഡ് 10 ക്വാണ്ടിറ്റിയിൽ അയക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ സെപ്പറേറ്റ് നമ്മുടെ 100 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ 10-20 രൂപ കുറച്ചിട്ടാണ് ഫൈനൽ ബില്ല് അയച്ചു കൊടുക്കാറുള്ളത്. ഓക്കെ, പിന്നെ മെയിനായിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഒന്നാമത് നമ്മുടെ സ്റ്റോക്കുള്ള ബീഡ്സൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിനകത്തുള്ളത് മാത്രമല്ല, സ്റ്റോർ ഞാൻ പറഞ്ഞ പോലെ ഇതുവരെയും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, നമ്മൾ മെയിനായിട്ട് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ക്ലിയറൻസ് നടത്താത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് നടത്തുമ്പോൾ അതായത് 20 ഗ്രാം 25 ഗ്രാം 50 ഗ്രാം ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ ചില കസ്റ്റമേഴ്സിന് ആ ടൈമിൽ ചിലപ്പോൾ കയ്യിൽ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്യാഷ് ഉള്ളവർ മാത്രം പർച്ചേസ് ചെയ്യും, അല്ലാത്തവർക്ക് ഐറ്റം കിട്ടില്ല. നമ്മുടെ കയ്യിൽ അത് സോൾഡ് ഔട്ടായി പോകുകയും ചെയ്യും, കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഔട്ടായി പോകും അല്ലേ. അപ്പോൾ പിന്നെ വരുന്ന പ്രശ്നം അതാണ് മെയിനായിട്ട് വരുന്ന പ്രശ്നം അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഐറ്റം സ്റ്റോക്ക്, പിന്നെ ഞാൻ അങ്ങനെ സ്റ്റോക്ക് ക്ലിയറൻസ് നടത്താറുള്ള ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എന്താ പറയുക, നമുക്ക് സ്റ്റോക്ക് കഴിയാറായിട്ട് നമുക്ക് പെട്ടെന്ന് റീസ്റ്റോക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സ്റ്റോക്ക് ഉള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്ക് ക്ലിയറൻസ് ഇടാറുണ്ട്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ബീഡ്സൊക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ട്, ചിലതൊക്കെ കഴിയാനായിട്ടുണ്ട്, ചിലതൊക്കെ അതേ പൊട്ടിക്കാത്ത പാക്കറ്റ്സ് ഇതുപോലെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇതിനകത്ത് എന്താ പറയുക, കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ ഐറ്റംസ് ഇതേപോലെ പൊട്ടിക്കാത്ത പാക്കറ്റ്സ് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ അതെ ഈ പറഞ്ഞതുപോലെ കുറേയൊക്കെ ബോട്ടിലാക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് എനിക്ക് ഒരുപാട് എൻക്വയറീസ് അത് വരുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കുറേ ബീഡ്സില്ല, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലിയറൻസ് സെയിൽ നടത്തിക്കൂടെ വെച്ചാൽ, ഞാനിപ്പോൾ ക്ലിയറൻസ് സെയിൽ നടത്തിയ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവരുടെ ആ സമയത്ത് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബീഡ്സ് കിട്ടില്ല, നമ്മുടെ കയ്യിൽ അത് സോൾഡ് ഔട്ടായി പോകും. പിന്നെ ഓരോരുത്തർക്കും എല്ലാ ബീഡ്സും നമ്മൾ സെയിലിടുന്ന ഐറ്റം എല്ലാവർക്കും എല്ലാ സമയത്തും ആവശ്യം വരണമെന്നില്ല. നിങ്ങൾക്ക് ഓർഡർ മെയിനായിട്ട് നമുക്ക് അങ്ങനെ വരാറുള്ളത്, അതായത് കസ്റ്റമേഴ്സിന് ഓർഡർ വരുന്ന സമയത്താണ് അവർ നമുക്ക് ഓർഡർ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ടൈപ്പ് ബീഡ് ഓർഡർ വന്നാലും അത് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ഐറ്റം ഇങ്ങനെ സ്റ്റോക്ക് ഇങ്ങനെ ഇപ്പോൾ കഴിയാറായി നിൽക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ടെൻഷനാണ്. കാരണം ഡീലേഴ്സിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ പോകുന്ന ടൈമിൽ അത് സ്റ്റോക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എന്താ പറയുക, നമുക്ക് ടെൻഷനാവും. ഇത് കഴിഞ്ഞ് ഇത് കിട്ടാതാവുമ്പോൾ കൂടുതൽ ഇനി ഏതെങ്കിലും കസ്റ്റമേഴ്സ് ഇത് ചോദിച്ചാൽ നമുക്കിത് കൊടുക്കാൻ പറ്റില്ലേ, അങ്ങനെയുള്ളൊരു പ്രശ്നം പേടി വരും. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അങ്ങനെ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ക്ലിയർ ചെയ്യാത്തത്. കാരണം നമ്മളത് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സെയിം ബീഡ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ കിട്ടാം, പക്ഷേ ടൈം എടുക്കും. കാരണം ഇത് ബീഡ്സ് എല്ലാം ഞാൻ പറയട്ടെ ഓരോ സീസൺ പോലെയാണ്. ഇപ്പോൾ ഏറ്റവും എപ്പോൾ എവിടെ പോയാലും കിട്ടുന്നൊരു ടൈപ്പ് ബീഡ് ഈ ഒരു ഷൈനിങ് ഗ്ലാസ് ബീഡ്സാണ്. പക്ഷേ ഈ പേസ്റ്റൽ ബീഡ്സൊന്നും നമുക്ക് എല്ലാ സമയത്തും എല്ലാ പാറ്റേണൊന്നും കിട്ടില്ല. ഓക്കെ, അത് പേസ്റ്റലിൻ്റെ ബോളാണെങ്കിലും ബോയ് ആണെങ്കിലും ഫ്ലവർ ആണെങ്കിലും ഇതൊന്നും എല്ലാ ടൈമിലും നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക സ്റ്റോക്ക് ക്ലിയറൻസ് കംപ്ലീറ്റ് സെയിലിടാത്തത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി എൻക്വയറി ചെയ്യുന്നവരൊരു കാര്യം ചോദിക്കുക, നിങ്ങളിപ്പോൾ ബൾക്കായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ അയച്ചതിന് ശേഷം ഇങ്ങനെ ഈ ക്വാണ്ടിറ്റിയിൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഈ കാര്യം തന്നെയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ കസ്റ്റമേഴ്സിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാത്തത്, ക്ലിയറൻസ് സെയിലും ഇടാത്തത്. ഓക്കെ, കാരണം നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളും അതിന് വേണ്ടി നെറ്റോട്ട് ഓടേണ്ടി വരും. കാരണം ഐറ്റം ഇവിടെ തീർന്നു പോകുമോ ഇതാവോ എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ്ലി മെസ്സേജ് വരുന്നത് കാരണമാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക്